വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഫോൺ ഓൺ ആയതിനു ശേഷം പവർ ബട്ടൺ റിലീസ് ചെയ്യുക. റിക്കവറി മോഡിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് പോയി ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിലും റിക്കവറി മോഡിലോട്ട് പോയി ഫോൺ ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള മെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനിഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഫോൺ ടോട്ടലായിട്ട് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ FRP ലോക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. ഫോൺ ഫോർമാറ്റ് ചെയ്ത് ബൂട്ടായി വരാൻ ഒരുപാട് ടൈം എടുക്കും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞാൽ ഫോൺ ഡെഡായി പോകും. ഹായ്, ഞാൻ അദീബ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, നിങ്ങളുടെ ഫോണിലുള്ള പാസ്വേഡ് അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് അല്ലെങ്കിൽ പിൻ ലോക്ക് മറന്നു പോയി കഴിഞ്ഞാൽ എങ്ങനെ അൺലോക്ക് ചെയ്യാന്നുള്ള കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ സെയിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ഫോണിലുള്ള നമ്മളെ പേഴ്സണൽ ഡാറ്റാസ് എങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 3, നമ്മളൊരു പുതിയ ഫോൺ വാങ്ങുന്ന സമയത്ത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ പെർഫോമൻസ് കുത്തനെ കുറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണാം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ പറഞ്ഞ 3 കാര്യങ്ങൾക്കും ഒറ്റ സൊല്യൂഷനുള്ളൂ. ഫോൺ മൊത്തമായിട്ട് ഫോർമാറ്റ് ചെയ്യുക. ഈ ഫോൺ ഫോർമാറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നോർമലായിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. റീസെറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കയറിയിട്ട് ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ഈ ഒരു സെറ്റിങ്സ് ഓരോ ഫോണിനനുസരിച്ചും ഡിഫറൻ്റ് ആയിരിക്കും. ഓപ്ഷൻസ് എല്ലാം സെറ്റിങ്സിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഫാക്ടറി റീസെറ്റ് ചെയ്യാനുള്ള പാത്തും നെയിമും ചെറുതായിട്ട് ഡിഫറൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓരോ മോഡലിനനുസരിച്ച്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഫോൺ ഫോർമാറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിലുള്ള ഡാറ്റാസ് എല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഫോൺ മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫോണിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ ഫോൺ വാങ്ങുന്ന സമയത്ത് കിടിലം പെർഫോമൻസ് ആയിരിക്കും. ഒരു 6 മാസം 1 വർഷം ഉപയോഗിക്കുമ്പോൾ ആ ഫോൺ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പെർഫോമൻസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, ഈ ഫോൺ ചത്തക്കണേ, ഇനി നമുക്ക് പുതിയ ഫോൺ വാങ്ങാന്നുള്ള രീതിയിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫാക്ടറി റീസെറ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അതിനുശേഷം ഫോൺ യൂസ് ചെയ്യുക. നമ്മൾ ഫോൺ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ ഫോൺ ലാഗ് ആവുക അല്ലെങ്കിൽ ഹാങ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ്. നമ്മളൊരു ഫോൺ വാങ്ങുമ്പോൾ മുതൽ ഒരുപാട് ആപ്സ് ആ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യും. എങ്ങനെയാണ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത്? സിമ്പിളല്ലേ. ആപ്പിൻ്റെ മേലെ ലോങ് പ്രസ് ചെയ്യുക, അൺഇൻസ്റ്റാൾ കൊടുക്കുക, കൺഫർമേഷന് ഓക്കെ കൊടുക്കുക, അൺഇൻസ്റ്റാൾ ചെയ്യും. ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതുകൊണ്ട് എന്താ ബുദ്ധിമുട്ട് ചോദിക്കുകയാണെങ്കിൽ ആപ്പ് അൺഇൻസ്റ്റാൾ ആവും. പക്ഷേ ആ ആപ്പിലുള്ള ഡാറ്റാസ് എല്ലാം നിങ്ങൾ ഫോണിൽ സ്റ്റോറായി കിടക്കും. ഇങ്ങനെ ഒരുപാട് ആപ്സ് ഇങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതനുസരിച്ച് ആ ആപ്സിൻ്റെ ഡാറ്റാസൊക്കെ നമ്മൾ ഫോണിൽ സ്റ്റോർ ചെയ്ത് വരുമ്പോൾ ഫോൺ ഹാങ് ആവും, അതേപോലെ ലാഗ് ആവും, പെർഫോമൻസിനെ ബാധിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫോൺ ടോട്ടലായിട്ട് ഫോർമാറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന പെർഫോമൻസിലോട്ട് നിങ്ങൾക്ക് ഫോൺ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇനി മുതൽ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട ആപ്പിൻ്റെ ആപ്പ് ഇൻഫോമിൽ കയറിയിട്ട് സ്റ്റോറേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ രീതിയിൽ അൺഇൻസ്റ്റാൾ കൊടുക്കുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലിയർ ഡാറ്റ കൊടുക്കുമ്പോൾ ആ ആപ്പിൻ്റെ ഡാറ്റാസ് നമ്മൾ ഫോണിലുണ്ടാവും. ആ ഡാറ്റയാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുന്നത്. അതിനുശേഷമാണ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫോൺ ടോട്ടലായിട്ട് ഫോർമാറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ റിക്കവറി മോഡിലോട്ട് പോയി ഫോൺ ഫോർമാറ്റ് ചെയ്യുക. അതെങ്ങനെയെന്നുള്ള കാര്യം നമുക്കിപ്പോൾ നോക്കാം. എൻ്റെ കയ്യിലുള്ളത് വിവോയുടെ V20 എന്നുള്ള ഫോണാണ്. ഇതിൽ നമ്മൾ റിക്കവറി മോഡിലോട്ട് പോകാനായിട്ട് ആദ്യം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്യുക. ഫോൺ ഓൺ ആയതിനു ശേഷം പവർ ബട്ടൺ റിലീസ് ചെയ്യുക. റിക്കവറി മോഡിലോട്ട് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഇങ്ങനെ റിക്കവറി മോഡിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ടച്ച് വർക്ക് ആവുന്നതല്ല. വോളിയം ബട്ടണും പവർ ബട്ടണും യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇത് ആക്സസ് ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ റിക്കവറി മോഡ് സെലക്ട് ചെയ്ത് പവർ ബട്ടനാണ് ഓക്കെ കൊടുക്കേണ്ടത്. ഇപ്പോൾ റിക്കവറി മോഡിലോട്ട് ഫോൺ സ്വിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ക്ലിയർ ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്ലിയർ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ ടോട്ടലായിട്ട് ഫോർമാറ്റ് ചെയ്യുന്നതാണ്. ഫോണിലുള്ള ലോക്സും റിമൂവ് ആവുന്നതാണ്. ഓരോ ഫോണിനനുസരിച്ച് ഈ റിക്കവറി മോഡിലോട്ട് പോകാനുള്ള കീ കോമ്പിനേഷൻ ഡിഫറൻ്റ് ആയിരിക്കും. ചില ഫോൺസിൽ നോക്കുകയാണെങ്കിൽ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും പ്രസ് ചെയ്താലായിരിക്കും റിക്കവറി മോഡിലോട്ട് പോവുക. ഈ റിക്കവറി മോഡിലോട്ട് പോയി ഫോർമാറ്റ് ചെയ്തതിന് മൂലം പാസ്വേഡ് അൺലോക്കിങ് എല്ലാ ഫോണിലും പോസിബിൾ അല്ല. ഓപ്പോ, വിവോ, റിയൽമി ഈ ഫോൺസിലൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ റിക്കവറി മോഡിലോട്ട് പോയി ഫോൺ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് ഫോണിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നതാണ്. ആ പാസ്വേഡ് അടിച്ചു കൊടുത്താൽ മാത്രമേ ഫോൺ ഫോർമാറ്റ് ആവുള്ളൂ. നിങ്ങൾക്ക് റിക്കവറി മോഡിലോട്ട് പോയി ഫോൺ ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, പാസ്വേഡ് അൺലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതല്ല. ഇപ്പോൾ വിവോയുടെ ആൻഡ്രോയിഡ്
11 ശേഷം വന്ന ഫോൺസ് നോക്കുകയാണെങ്കിൽ റിക്കവറി മോഡിലോട്ട് പോയി ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്വേഡ് അൺലോക്ക് പോസിബിൾ ആണ്. ഞാനിപ്പോൾ ചെയ്തത് വിവോയുടെ V20 ആണ്. അതിലുള്ളത് ആൻഡ്രോയിഡ് 11 ആണുള്ളത്. എല്ലാ ഫോൺസിലും പാറ്റേൺ അൺലോക്കിംഗ് പോസിബിൾ അല്ല. ചില ഫോൺസിലൊക്കെ സെക്യൂരിറ്റി ഇപ്പോഴും ടൈറ്റ് ആണ്. ഇനി പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് പോയി ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിലും റിക്കവറി മോഡിലോട്ട് പോയി ഫോൺ ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫോൺ ഫോർമാറ്റ് ചെയ്യുമ്പോൾ നല്ല ക്ഷമ വേണം. ഫോൺ ഫോർമാറ്റ് ചെയ്ത് ബൂട്ടായി വരാൻ ഒരുപാട് ടൈം എടുക്കും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫോണിലെ ചാർജ് കഴിഞ്ഞാൽ ഫോൺ ഡെഡായി പോകും. പിന്നെ റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ചെയ്തിട്ട് വേണം റിക്കവർ ചെയ്യാൻ. ഫോണിൻ്റെ ചാർജിങ് പെർസെൻറ്റേജ് പറയുന്നത് 60% മേലെ ആയിരിക്കണം. നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി ലൈഫ് വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഫോൺ ചാർജിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ്രോയിഡ് 5.1.1 ലോലിപോപ്പിന് ശേഷം വരുന്ന ഫോൺസിലെല്ലാം നിങ്ങളൊരു സെക്യൂരിറ്റി ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. ഫാക്ടറി റീസെറ്റ് പ്രൊട്ടക്ഷൻ എന്നുള്ളൊരു ഫീച്ചർ. ഈ ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിലുള്ള ഫൈൻഡ് മൈ ഡിവൈസ് ഇല്ലേ, അത് തന്നെയാണ് ഈ സംഭവം. നമ്മുടെ ഫോൺ ടോട്ടലായിട്ട് ഫോർമാറ്റ് ചെയ്ത് ബൂട്ട് ചെയ്ത് ഇനീഷ്യൽ സെറ്റപ്പിലോട്ട് എത്തുന്ന സമയത്ത് ആ ഇനീഷ്യൽ സെറ്റപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള മെയിൽ ഐ ഡിയും പാസ്വേഡും എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഫോൺ ടോട്ടലായിട്ട് ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഫോൺ ടോട്ടലായിട്ട് ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ ഫോണിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ള മെയിൽ ഐ ഡിയുടെ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫോർമാറ്റ് ചെയ്യുക. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ ലോഗിൻ ചെയ്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്യുക. ആ ഇമെയിൽ ഐ ഡി റിമൂവ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിലോട്ട് പോയി അക്കൗണ്ട് സെലക്ട് ചെയ്യുക, ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, റിമൂവ് അക്കൗണ്ട് കൊടുക്കുക. ഈ ഒരു പാത്തും ഓരോ ഫോണിനനുസരിച്ച് ഡിഫറൻസ് ആയിരിക്കും. പക്ഷേ എല്ലാ ഫോൺസിലും റിമൂവ് അക്കൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇങ്ങനെ അക്കൗണ്ട് റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം. സപ്പോസ് നിങ്ങളുടെ ഫോണിൽ പാസ്വേഡ് മറന്നുപോയി നിങ്ങൾ റിക്കവറി മോഡിലോട്ട് പോയി ഫാക്ടറി റീസെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ FRP ലോക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ FRP ബൈപ്പാസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ. പോത്ത്.